ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ഗാർഡൻ മേക്ക് ഓവർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കുറച്ച് ചെടികളുള്ളതിനും ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് ഇന്ന് ഗാർഡൻ മേക്ക് ഓവർ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ അയൽവാസിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാൻ കരുതി. കുറച്ച് ചെടികൾ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് വീടുകളിൽ നിന്നൊക്കെ അറിയുന്ന വീടുകളിൽ നിന്നൊക്കെ അങ്ങനെ ചെടികളൊക്കെ വാങ്ങിയാണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടിരുന്നു കേട്ടോ. കുറേ ചെടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അന്നൊക്കെ. പിന്നെ അതിമക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പിന്നെ ചെടികൾ കുഴിച്ചിടലും ഇല്ല, ഒന്നുമില്ലേനും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പൂതി അവിടെ മുന്നിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെടികളൊക്കെ കുഴിച്ചിട്ടൊന്ന് ശരിയാക്കിയാലോ എന്ന്. അപ്പം അങ്ങനെ ശരിയാക്കി എടുത്തതാണ്. കിട്ടുന്ന കല്ലുകളൊക്കെ പൊറുക്കിയിടനേനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ റോഡ് പണിയൊക്കെ നടന്ന സമയത്ത് കുറേ കല്ലുകൾ അങ്ങോട്ട് വന്നിരുന്നു. പിന്നെയാണ് മതിലൊക്കെ കെട്ടിയത്. തിണ്ട് കെട്ടണതിന് മുന്നേ കുറേ കല്ലുകൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറ്റി മണ്ണൊക്കെ നല്ലോണം കളച്ചിട്ടുകൊണ്ട് കുറച്ച് മണ്ണുണ്ടായിരുന്നു കയ്യിൽ. അത് അടുത്ത് പോയി വെച്ചിരുന്നു പുറത്തുനിന്ന്. അപ്പം അതും അതിൽക്കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് ശരിയാക്കിയിട്ട് ചെടികളെ കുഴിച്ചിടാന്ന് കരുതി. പിന്നെ ഈ ചെടി ഇതിൻ്റെ തലപ്പത്തൊരു മുള്ള്, നല്ല കൂർത്തൊരു മുള്ളിൻ്റെ പോലത്തെ സംഭവമുണ്ട് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചതേനും. നല്ല വലിയ ഇലയും കണ്ടുണ്ടാവും. ചട്ടിയിലൊക്കെ കുഴിച്ചിടണം തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ വെച്ചേക്കാണ്, അങ്ങനെ വെച്ചിട്ടേക്കാണ്. ഫസ്റ്റ് ഈ ചെടിയാണ് കുഴിച്ചിട്ട് കേട്ടോ. ഒരു പൂവുണ്ടാകാൻ പറഞ്ഞു, ഒരു വയലറ്റ് കളറിൽ ഉള്ളൊരു പൂവുണ്ടാകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ മറ്റേ ചെടി കുഴിച്ചിട്ടത്. അതിൻ്റെ ശേഷം പിന്നെ മറ്റേ ചെടി കുഴിച്ചിട്ടു. ഒരു സൈഡിലായിട്ട് തന്നെ കുഴിച്ചിട്ടത്. നല്ല വലുതായിട്ടുണ്ടാവും തോന്നുന്നു. വലുതായിട്ടുണ്ടാവും, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചട്ടിയിലൊക്കെ കുഴിച്ചിട്ടണം തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ മണ്ണിൽ തന്നെയാണ് കുഴിച്ചിട്ടു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ വീട്ടിലുണ്ടായിരുന്ന മൺചട്ടിയായിരുന്നു കേട്ടോ. ഉപയോഗിക്കാത്ത മൺചട്ടിയായിരുന്നു. അപ്പം ഞാനതിൽ മണ്ണ് നിറച്ചിങ്ങാണ്ട് ചെടി കുഴിച്ചിട്ടാ പറഞ്ഞങ്ങാണ്ട് എടുത്തതേനും.
അപ്പോൾ അതിലൊക്കെ മണ്ണൊക്കെ നിറച്ച് മറ്റൊരു ചെടിയുണ്ട്, പൂവിട്ടാൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ, പേരൊന്നും അറിയില്ല. അങ്ങനെ അത് കുഴിച്ചിട്ടു. പിന്നെ അതിൻ്റെ ചുറ്റോറം അതവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ചുറ്റോറം ഈ ചെടി ഒന്ന് റൗണ്ടിലൊന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതി. നല്ല അങ്ങനെ നല്ല പൊന്തയും കണ്ട് ഉണ്ടാവുന്ന ചെടിയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയേക്കാരം. അപ്പോൾ അതിൻ്റെ ചുറ്റോറം അങ്ങനെ വെച്ചെടുത്തേക്കാണ്. അടുത്തത് 2 റോസ് കൊമ്പ് തന്നിരുന്നു കേട്ടോ. വെള്ള കളറും അതുപോലെ റോസും ആയിരുന്നു. അപ്പോൾ രണ്ടും ഓരോരുത്തർ തന്നെ ആയിട്ട് അങ്ങനെ കുഴിച്ചു. പിന്നെ ഇതാ പൊട്ടിയൊരു ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടായിരുന്നു കറിയൊക്കെ എടുക്കണേ. അത് വീടിൻ്റെ കുടിരിക്കലിനൊക്കെ കിട്ടിയതായിരുന്നു. അതിൻ്റെ വക്ക് പൊട്ടിയിട്ട് ഒഴിവാക്കിയതിനും. അപ്പോൾ ഞാൻ അതിൽ മണ്ണ് നിറച്ചിങ്ങാണ്ട് കുറച്ച് പത്തണിമുല്ലൊക്കെ കുഴിച്ചിട്ടാണ് കരുതിയിട്ട് അങ്ങനെ മണ്ണൊക്കെ നിറച്ച് ഫില്ല് ചെയ്ത് കണ്ട് പത്തണിമുല്ല പിന്നെ പൊട്ടുകളൊക്കെയാണ് ഇങ്ങനെ കുഴിച്ചിട്ടു. ഫുള്ളാക്കിയിട്ട് കുഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് അത് സെറ്റാക്കി വെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പകുതി മുറിച്ചങ്ങാണ്ട് കട്ട് ചെയ്തങ്ങാണ്ട് അതിൽ മണ്ണ് നിറച്ചങ്ങാണ്ടാണ് ഒരു ചെടി കുഴിച്ചിട്ടത്. ഒരു ഇലച്ചെടിയാണ്. അതും പിന്നെ ഒരു ഓർക്കിഡിൻ്റെ ഇതും തന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചിങ്ങാണ്ട് അങ്ങനെ ഓർക്കിഡും അതിൽ നട്ടു. ഇതിൻ്റെ ഫൈനലൊന്ന് കണ്ടു നോക്കിട്ടോ, എങ്ങനെയുണ്ട് പറയും. വേറെ എന്തെങ്കിലും ഒക്കെ കൂടുതലായിട്ട് ഒന്നും കൂടെ ചെയ്യണം. കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് കൂടെ ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണം. ഇതിലിനി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളിട്ടോ.
നിങ്ങളെന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാമല്ലോ. കമൻറ്റ് ചെയ്തോളി. ഇനിയും ഒന്നും കൂടെ കൂടുതൽ ചെടികളൊക്കെ കുഴിച്ചിട്ടും കണ്ട് ഒന്നും കൂടെ ഉഷാറാക്കണം. അപ്പോൾ ഈ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളി. ഇനി കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി. പിന്നെ ഇതിനൊന്നും കൂടെ ഉഷാറാക്കിയിട്ട് പുതിയ വീഡിയോസായിട്ട് ഇനി വരും കേട്ടോ.